ഹായ് ഹലോ, ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന് സമീപമുള്ള മഞ്ഞംപൊതി കൊന്ന് എന്ന സ്ഥലത്താണ്. ഇത് കാഞ്ഞങ്ങാട് മാവുങ്കാൽ എന്ന സ്ഥലത്തിനടുത്താണ്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ വലിയൊരു കുന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഏകദേശം പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കാണാം. പിന്നെ മഞ്ഞു പൊതിഞ്ഞ് കിടക്കുന്ന ഒരു സീസൺ ഉണ്ട്. അത് ഇപ്പോഴല്ല, ഞങ്ങൾ വന്നത് വേനൽ സമയമാണ്. അതുകൊണ്ട് തന്നെ പുല്ലെല്ലാം ഉണങ്ങി വരണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. വൈകുന്നേരങ്ങളിൽ സൂപ്പറാണ് ഇവിടെ നിന്ന് കാണാനും. സൂര്യാസ്തമയമൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഒരു അമ്പലം നമുക്ക് കാണാവുന്നതാണ്. ആ അമ്പലം വളരെ ഫേമസ് ആണ്. കാഞ്ഞങ്ങാട് നിരവധി ടൂറിസ്റ്റ് മേഖലകളുണ്ട്. നമ്മളെ ബേക്കൽ കോട്ട, ആനന്ദാശ്രമം, ഗാന്ധി മണ്ഡപം, അങ്ങനെ തുടങ്ങി ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ് കാഞ്ഞങ്ങാടും പ്രാന്തപ്രദേശങ്ങളും. അപ്പം അതിൻ്റെ കൂടെ എടുത്തു പറയത്തക്ക പ്രകൃതി മനോഹരമായ ഒരു സ്ഥലവും കൂടിയാണ് ഈ മഞ്ഞംപൊതി കുന്ന് എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ നിരവധി പേരിവിടെ വൈകുന്നേരങ്ങളിൽ എത്താറുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുന്നിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമുക്ക് ടൂ വീലറും കാറും ഒക്കെ ഓട്ടിച്ച് വരാവുന്നതെന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇവിടെ നിന്ന് കണ്ടാൽ ദൂരക്കാഴ്ചകളെല്ലാം മനോഹരമാണ്. അതാണ് കാസർഗോഡ് ബേക്കൽ കോട്ട. അല്ലേ, കാഞ്ഞങ്ങാട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം സൂപ്പറാണ് കേട്ടോ. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മളെ എന്താ പറയുക, കുന്നിൻ്റെ മുകളിൽ നിന്ന് കടലിൻ്റെ അതേ ലെവലിൽ നമ്മൾ സൂര്യൻ താഴുന്നത് വരെ നമുക്കൊന്ന് കണ്ടു നിൽക്കാം. അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ കുന്ന്. ഇവിടെ ഈ കുന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, ഇതിലേക്കുള്ള റോഡും ഒക്കെ സൂപ്പറാണ്, നല്ല അടിപൊളിയാണ്. അമ്പലത്തിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. കൊടി ഇവിടെ ഉണ്ട്, കൊടി ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വന്ന സമയം ഞാൻ പറഞ്ഞത് വേനൽ സമയമായതുകൊണ്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ പച്ചയാണ്. ഈ തറയെല്ലാം പുല്ലെല്ലാം നല്ല അടിപൊളി പച്ച കളറെല്ലാം ആണ്. പക്ഷേ ഇതെല്ലാം ഇപ്പം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. പക്ഷെ നല്ല കാറ്റുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് എത്ര ചൂടേറ്റാലും അത് നമുക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ കാറ്റിങ്ങനെ അടിക്കുന്നതുകൊണ്ട് നല്ല കാറ്റും കാറ്റിന് നല്ല തണുപ്പുമുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഒരു നിരവധി പേര് വൈകുന്നേരങ്ങളിൽ വരികയും ഒരു ബ്രോ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഫോട്ടോ എടുക്കും. ഇതേപോലെ നിരവധി പേരാണ് സെൽഫി എടുക്കാനും കാറ്റ് കൊള്ളാനും ശ്രമിക്കാനൊക്കെ വേണ്ടി ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാഞ്ഞങ്ങാട് ഭാഗത്ത് വരികയാണെങ്കിൽ ഈ മഞ്ഞംപൊതി കൊന്നും കൂടി കാണാൻ ശ്രമിക്കുക. വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. നട്ടൊരു സമയത്ത് വന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഇതും കൂടി കാണാൻ ഇവിടെ വേറെ നിരവധി സ്ഥലങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇതും കൂടി കാണാൻ ശ്രമിക്കുക. അടിപൊളി ഒരു പ്ലേസാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിലെ ഏകദേശം പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതാണ് ആനന്ദാശ്രമത്തിലേക്കുള്ള പ്രവേശന കവാടം കേട്ടോ. ഈ ആനന്ദാശ്രമം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. നിരവധി വിദേശികളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഞങ്ങൾ ഇതിലെ ആനന്ദാശ്രമത്തിലല്ല പോകുന്നത്. ഇതുവഴിയാണ് ഞങ്ങൾ ഈ മഞ്ഞംപൊതി കുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് വേറെ നിരവധി വഴികളുണ്ടെങ്കിലും ഞങ്ങൾ ഈ വഴിയാണ് സെലക്ട് ചെയ്തത്. ഈ വഴിയും നല്ല ഈ വനത്തിൻ്റെ അകത്തൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകത്തോട്ട് കയറുമ്പോഴാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതും